അമാവാസിയിൽ ജനനം, ആയില്യം നക്ഷത്രം. എനിക്കൊന്നേ പറയാനുള്ളൂ, ആരും എന്റെ കർമ്മങ്ങൾക്ക് തടസ്സം നിൽക്കരുത്. ഞാനിങ്ങനെയൊക്കെ ആയതില് ഒരുപാട് കാരണങ്ങളുണ്ട്. കുറെയൊക്കെ ജ്യോത്സ്യർക്കും അറിയാം. സിദ്ധയോഗികളുടെ ചോരയ്ക്കും ആരെങ്കിലും സമാധാനം പറയണ്ടേ? വേണ്ട ജ്യോത്സ്യരെ. ഇനി മാടമ്പിക്കാർ കുറച്ച് ബുദ്ധിമുട്ടും, അതവരുടെ കർമ്മം. മാടമ്പിയിലെ സുഭദ്ര, അവൾ ഇന്ന് എവിടെയാണ്? മാടമ്പിക്കാർക്ക് പോലും അതറിയില്ല. ഒന്നോർത്തോ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചെടുക്കുന്നേ വരൂ. സുഭദ്രയ്ക്കുണ്ടായ ഗതി ഭാമയ്ക്കുണ്ടാവരുത്. ഉണ്ടായാൽ സുഭദ്രേ, 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 ഒച്ചവെക്കാതെ. സുഭദ്രേ, സുഭദ്രേ, നിനക്കുണരണ്ടേ? എന്നോടൊപ്പം കഴിയണ്ടേ? കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞോട്ടെ. ഭാമയുടെ ആത്മാവിലൂടെ നിന്നെ ഞാൻ പുനർജീവിപ്പിക്കും. അതുവരെ ക്ഷമിക്കും. സുഖമായി ഉറങ്ങ്, സുഖമായിട്ടുറങ്ങ്. അല്ല, പുതുമണവാളിനിവിടെ ഇല്ലേ? വിശേഷം വല്ലത്? ഇല്ല. അപ്പഴേ നീ മറക്കണ്ട, ഈ മരുന്ന് രാത്രി കിടക്കണേന് മുൻപ് തേനില് ചേർത്ത് കഴിക്കണം, രണ്ടാളും. കുഴപ്പമൊന്നുമില്ലല്ലോടി. എന്ത് കുഴപ്പം? ഈ മരുന്നിനൊരു താമരമൊട്ടിന് വേണ്ടി ഞാൻ പെട്ട പാട്. പണ്ടേ താളിയോല ഗ്രന്ഥങ്ങൾ നോക്കി പഠിച്ച് വലിയ മുത്തശ്ശനുണ്ടാക്കി കൊടുത്ത മരുന്നായത്. എന്നിട്ടെന്താ, മുത്തശ്ശി 9 പെറ്റു. 9? എനിക്കത്ര ഇതും വേണ്ട. പിന്നൊരു കാര്യം, ഇതില് താമരമൊട്ട് ചേർത്തതുകൊണ്ട് നീ രാവിലെ കുളിച്ച് സൂര്യഭഗവാനെ നോക്കി തൊഴണം. സൂര്യന്റെ ഭാര്യയാണല്ലോ താമര. പിന്നെ ലക്ഷ്മിക്കുട്ടിയുടെ വാല് കൊണ്ടൊരു ആനവാൽ മോതിരം, ഇത് നീ എപ്പോഴും കയ്യിൽ അണിഞ്ഞിട്ടുണ്ടാവണം. ഇതും കൂടി കഴിഞ്ഞ നിന്റെ ദാമ്പത്യ ജീവിതം ശുഭകരം മോളെ. പിന്നെ മാടമ്പിയില് പുതിയൊരാള് വന്നു കേട്ടു. ഒരു സാൻ ഫ്രാൻസിസ്കോ മുട്ടുമടക്കിന്നും കേട്ടു. ആര്? ഞാനോ? എന്റെ അടുത്ത് കളിച്ചാലുണ്ടല്ലോ, താമരമൊട്ടും തൊട്ടാവാടിയും കൂടി അരച്ചൊരു പ്രയോഗമുണ്ട്. ഒടിഞ്ഞു കുത്തി എന്റെ പുറകെ നടക്കും. ഊത്ത താമരത്തിന്റെ തേടി വിളിക്കുന്നു. പനിമത്തി മുഖി വാലേ. ഇൻട്രസ്റ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ്, ഫാന്റാസ്റ്റിക്. താമര, തണ്ടൊടിഞ്ഞ താമര. എന്റെ അടുത്ത് കളിക്കരുത് കേട്ടോ. നിങ്ങളുടെ സാൻ ഫ്രാൻസിസ്കോയിലൊക്കെ എങ്ങനെയാ പെൺകുട്ടികളുടെ രഹസ്യം പറയണതൊക്കെ ക്യാമറയിൽ? സാൻ ഫ്രാൻസിസ്കോയിൽ ഇങ്ങനെയല്ല. അതുകൊണ്ടാണല്ലോ ഞാനത് ഷൂട്ട് ചെയ്ത് അവിടെ പോയി കാണിക്കാൻ പോകുന്നത്. അമേരിക്കയിലെ ഫോക്സ് TV തുടങ്ങിയ എല്ലാ ചാനലുകൾക്കും ഞാനത് കൊടുക്കും. അവിടെ ഡൈവേഴ്സ് റേറ്റ് കൂടുതലാണല്ലോ. എന്നിട്ട് ഇത് കണ്ട സായിപ്പും മദാമയും സൂര്യന്റെയും താമരയുടെയും പോലെ ജീവിക്കട്ടെ. പാവം. ഗോഡ് സോൺ കൺട്രിയിലെ മാടമ്പി തറവാട്ടിലെ കൈപുണ്യമുള്ളൊരു ഭദ്രക്കുട്ടിയുടെ വൈദ്യ സിദ്ധാന്തം. താമര, എന്താ ഇത്? ആർക്കാ ഇവിടെ ഇപ്പൊ താമരപ്പൂ വേണ്ടേ? അല്ല, ഇവിടെ ഇപ്പൊ കിട്ടാൻ വിഷമമുള്ള സമയാ. അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. വെളിച്ചപ്പാട് വന്നേ. എങ്ങോട്ടാ? നമുക്ക് താമരപ്പൂ പറിക്കണ്ടേ? അയ്യോ ശിവകാവ, ഇത് അങ്ങോട്ടൊക്കെ പോവണ്ട, ഇവിടെ നിന്ന് കണ്ടാ മതി. ഒന്ന് പേടിക്കാതിരിക്കുക വെളിച്ചപ്പാട്, ഞാനല്ലേ കൂടെ. എന്റെ കുഞ്ഞേ വാ. അന്ന് ഇവിടെ എവിടെയോ ആണ് ഞാൻ ആ പെണ്ണിനെ കണ്ടത്. അതാ ഞാൻ പറഞ്ഞത് അങ്ങോട്ട് പോവണ്ടെന്ന്, നമുക്ക് തിരിച്ചു പോകാം. വാവ്, ദിസ് ഈസ് ഫാന്റാസ്റ്റിക്. അപ്പോ ഇതാണ് ശിവക്കാവ്.
കുഞ്ഞേ ഇവിടെയാ ദിഗംബരൻ ചോരക്കുരുതി നടത്തുന്ന സ്ഥലം. ഇവിടെ നിൽക്കണ്ട, ഞാൻ പോണു. ഓ ചേട്ടാ ഒന്ന് നിന്നേ. വേണ്ട ചേട്ടാ. വേണ്ട കുഞ്ഞേ, വിടൂ ഇങ്ങോട്ട് വന്നേ ചേട്ടാ. വിടൂ. ഞാനല്ലേ വിളിക്കുന്നത്. വാ. ശോ, ഇത് കഷ്ടായല്ലോ. ഇവിടെ ഒക്കെ നമുക്കൊന്ന് മാറ്റണം. ഇവിടെ കംപ്ലീറ്റ് വിളക്ക് കത്തിക്കണം. എന്താ ഈ പറയണേ? എന്നിട്ട് ഇവിടെ ഒരു സമൂഹ സദ്യ നടത്തണം. ഒടുവില് ചേട്ടന്റെ വക നേർച്ച വഴിപാടായി ആ മുടിയൊക്കെ നേരെ ഇട്ടെ ഒരു തുള്ളൽ പ്രോഗ്രാം നടത്തണം. ഈശ്വരാ. ഓക്കെ? കൊള്ളാം. മറ്റാർക്കുമില്ലാത്തൊരു ധൈര്യം എനിക്കിഷ്ടപ്പെട്ടു. ഒന്ന് പോടാ അവിടുന്ന്. കുഞ്ഞേ വാ, നമുക്ക് പോകാം. അവന്റെ ഒരു ധൈര്യം. വെളിച്ചപ്പാടെ, എന്താ ഇത്ര പേടിക്കാൻ? വാടാ. അങ്ങനെ ശിവക്കാവിൽ വിളക്കുകൾ തെളിയാൻ പോകുന്നു. ഇത് ദിഗംബരന് ശരിക്കും ഒരു നീ വെല്ലുവിളിയാണ്. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? വെല്ലുവിളി തന്നെയാ. ഇപ്പോഴാണ് നമുക്കൊക്കെ ഒരു ധൈര്യം വന്നത്. ശരിക്കും അനന്തേട്ടൻ വന്നതുകൊണ്ടാട്ടോ ഞങ്ങൾക്കൊക്കെ ഒരു ആശ്വാസമായിരുന്നു. അല്ല, അങ്ങനൊന്നുമില്ല. കമോൺ ഭദ്ര, അതിപ്പോ എന്താ അറിയോ? എന്റെ ഭദ്രേ, ഭദ്രേ, എന്റെ ക്യാമറ. ഭദ്രേ, 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 ഭദ്രേ. ഇതല്ലേ മാന്ത്രികപ്പുര? അമ്മ പറഞ്ഞ കഥകളിലെ ഗുഹാക്ഷേത്രം. ഭദ്ര വീണു അല്ലേ? ഞാനും വീണു. സോറി. എനിക്ക് ഭദ്രയുടെ ഒരു കാര്യം പറയാനുണ്ട്. എന്താ? ഭദ്ര സ്നേഹിക്കുന്ന പുരുഷൻ എങ്ങനെ ഇരിക്കണം? ഞാൻ സ്നേഹിക്കുന്ന ആള്. അയ്യോ, ഞാൻ ദേവിയാവാൻ എന്റെ അടുത്ത് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. അല്ല, അപ്പോ അന്ന് ഡയറിക്കകത്ത് എഴുതിയിരുന്നോ അമ്മുവിന്റെ കല്യാണത്തിന്റെ കൂടെ എന്റെ കല്യാണം നടക്കുമെന്നൊക്കെ? അത് സുഭദ്രേച്ചി ഇല്ലാണ്ടായ പിന്നെ ഞാനല്ലേ ദേവിയാവുക? എന്നാ പിന്നെ എന്റെ ഭദ്രാദേവി എന്റെ ഒരാഗ്രഹം സാധിച്ചു തരൂ. എന്താഗ്രഹം? എന്നെ ഒന്ന് മാന്ത്രികപുരം വരെ കൊണ്ടുപോകൂ. ശ്രദ്ധിച്ചു. ഇതിനകത്തോട്ടോ? ശബ്ദം ഉണ്ടാക്കരുത്. സർപ്പങ്ങള് കാവലിരിക്കുന്ന സ്ഥലാ ഇത്. ഏയ്, അനന്തേട്ട പേടിക്കണ്ട. ആയില്ലേ നക്ഷത്രമല്ലേ? ആദ്യായിട്ടാ മാടമ്പിയിൽ ഒരു ആൺസന്തതി ഇവിടെ കാലെടുത്ത് വെക്കുന്നേ. അതെന്താ? എല്ലാവർക്കും പേടി എവിടെ വരാൻ, എന്റെ അച്ഛനെ പോലും. അതെ, നമ്മളിവിടെ വന്ന വിവരം അച്ഛൻ അറിയരുത് കേട്ടോ. അച്ഛനെങ്ങാനും അറിഞ്ഞ ഇല്ല, ഞാൻ പറയില്ല. എന്നാ ഐശ്വര്യായിട്ട് സകല നാഗദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ പൊത്തിനകത്ത് കൈയിട്ട് താക്കോലിങ്ങെടുത്തേ. ഈ പൊത്തിനകത്ത്? അതെ, ഈ പൊത്തിനകത്ത് കൈയിട്ട് താക്കോലിങ്ങെടുത്തേ. പേടിയുണ്ടോ? പേടിയില്ല, പക്ഷെ പേടിപ്പിക്കാതിരുന്നാ മതി. എന്നാ എടുക്ക്. അപ്പൊ പേടിയില്ല അല്ലേ? താക്കോല് തരാന്ന് പറഞ്ഞിട്ട്? ഇതാണ് താക്കോൽ. ഈ വിരലിലൊന്ന് തൊടൂ. എന്തിന്? എന്റെ വിരൽ തുമ്പിൽ തൊട്ടാലേ നാഗമാണിക്യം സ്പർശിക്കാൻ പറ്റൂ.
ഇതാണ് മാന്ത്രികപുര. എല്ലാം അമ്മ പറഞ്ഞ പോലെ തന്നെ. അനന്തേട്ടനറിയോ, പണ്ട് നമ്മുടെ മുതുമുത്തച്ഛനായ മാധവ ഗുരുക്കളുടെ കാലത്ത് അമൂല്യങ്ങളായ പലതും ഇതിനകത്ത് സൂക്ഷിച്ചിരുന്നു. സിദ്ധയോഗികളെ പേടിച്ച് നാഗമാണിക്യവും താളിയോലകളും ഒക്കെ. പക്ഷേ നാഗമാണിക്യത്തെക്കാൾ വാല്യുബിൾ ആയിട്ട് ഒന്ന് ഇവിടെ ഉണ്ട്. അതെന്താ? അതൊക്കെ ഉണ്ട്. അതെ, ഇവിടെ ഇങ്ങനെ കറങ്ങണ്ട കേട്ടോ, നമുക്ക് പോവാം. അങ്ങനെ അങ്ങ് പോവാനോ? നാഗമാണിക്യം കാണാതെ ഇവിടുന്ന് പോകുന്ന പ്രശ്നം ഒതുക്കുന്നില്ല. ഇതിനകത്താണ്. അങ്ങനെ അമേരിക്കയിൽ നിന്ന് വന്നു കരുതി നാഗമാണിക്യം പെട്ടെന്ന് കാണാനൊന്നും പറ്റില്ല. അതിനൊക്കെ ഒരു യോഗവും ഭാഗ്യവും ഒക്കെ വേണം. പിന്നെ മാടമ്പിയിലെ പെണ്ണിന്റെ സാന്നിധ്യവും വേണം. അതുണ്ടല്ലോ. അതുണ്ട്. പക്ഷെ കുഞ്ഞൂട്ടന്റെ അനുവാദം ഇല്ലാണ്ട് നാഗമാണിക്യം കാണാൻ പറ്റില്ല. ഓ, കുഞ്ഞൂട്ടൻ. അമ്മ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞൂട്ടനെ പറ്റി. അനന്തേട്ടൻ അറിയോ കുഞ്ഞൂട്ടനെ? പിന്നെ ആ ദിഗംബരന്റെ ആഭിചാരങ്ങൾ കാരണം കുഞ്ഞൂട്ടൻ ഇപ്പൊ ഇങ്ങോട്ട് വരാറേ ഇല്ല. കുഞ്ഞൂട്ടനില്ലാതെ നാഗമാണിക്യം കാണാനും പറ്റില്ല. കുഞ്ഞൂട്ടനെ ആണെങ്കിൽ കാണാനും ഇല്ല. അല്ല, അപ്പൊ ഭദ്ര നാഗമാണിക്യം കണ്ടിട്ടില്ലേ? അങ്ങനെ ചോദിച്ചാ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ എന്റെ സുഭദ്രേച്ചി കണ്ടിട്ടുണ്ട്. ഓ, വെയിറ്റ്. നാഗ, നാഗയക്ഷ, നാഗരാജ, നാഗവൃക്ഷ, നമസ്തുതേ.